ശ്രീ മഹാവിഷ്ണുമായിയുടെ താണ്ഡവധ്വനിയാൽ കരിമലയാകെ പുളകം കൊള്ളാൻ തുടങ്ങി. ഈ സമയത്ത് കരിമലയുടെ ഒരു പ്രാന്തപ്രദേശത്ത് താമസിച്ചിരുന്ന മഹിഷി അതിഘോരമായ ശബ്ദം കേട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തൻ്റെ ഭർത്താവായ സുന്ദരമഹിഷത്തോട് ചോദിച്ചു. പക്ഷേ മലയുടെ ഒരു വശത്തായി എങ്ങോട്ടോ നോക്കി കണ്ണുകളടച്ചു നിൽക്കുന്ന സുന്ദരമഹിഷത്തെ കണ്ട് മഹിഷി അത്ഭുതപ്പെട്ടു. അങ്ങെന്താണ് ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് നോക്കൂ, ഈ കാടുകളിൽ എൻ്റെ ശബ്ദം കേട്ടാൽ, എൻ്റെ നാമം കേട്ടാൽ ഭയപ്പെട്ട് ഓടിയിരുന്ന മലയന്മാർ ഇന്ന് ബഹളം വെച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ ഇവിടെ താമസിക്കുന്നു എന്ന് അവർ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല. അഹങ്കാരമത്തരായി അവർ എന്നെ ഭയപ്പെടാതെ ഇവിടെ വാഴുന്നത് കാണുമ്പോൾ എനിക്കെന്തെന്നില്ലാത്ത കോപം തോന്നുന്നു. ഇന്ന് തന്നെ അവരുടെ ഈ ഉത്സവങ്ങളെല്ലാം ഞാൻ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. കോപാന്ധയായി ഇങ്ങനെ പറയുന്ന മഹിഷിയോട് സുന്ദരമഹിഷം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയസഖി, ആവശ്യമില്ലാത്ത ഈ കോപം നിന്റെ നാശത്തിനാണ്. കോപം എപ്പോഴും അടക്കി നിർത്തുവാനാണ് നാം പഠിക്കേണ്ടത്. സഹസാ വിദധീത നക്രിയ എന്നാണ്. ഒന്നും എടുത്തു ചാടി പ്രയോഗിക്കരുത്. നാം ചെയ്യുന്നത് എപ്പോഴും ആലോചിച്ചുകൊണ്ട് വേണം. ചെയ്യുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ആ മലയന്മാരെല്ലാം ആനന്ദത്തോടുകൂടി ആഘോഷിക്കുന്നത് അവരുടെ യജമാനനായ ശ്രീ മഹാവിഷ്ണുമായിയുടെ ജന്മദിനമാണ്. ആ തിരുനാൾ ഉത്സവത്തിൻ്റെ ധ്വനി ഈ അടവികളെയെല്ലാം പുളകം കൊള്ളിച്ചിരിക്കുന്നു. ഇതാ ആ പാദങ്ങളുടെ താണ്ഡവ നൃത്തത്തിൻ്റെ ധ്വനിയാണ് എൻ്റെ ഹൃദയത്തെ അങ്ങോട്ടടിപ്പിക്കുന്നത്. താണ്ഡവപ്രിയനായ പരമേശ്വരൻ്റെ പുത്രനാണ് ശ്രീ മഹാവിഷ്ണുമായ. അവിടുത്തെ പാദാരവിന്ദങ്ങളെ ദർശിക്കുവാൻ എത്രയോ യുഗങ്ങളായി ഋഷീശ്വരന്മാർ തപസ്സു ചെയ്യുന്നു. ആ തൃപാദങ്ങളുടെ പുണ്യമാണ് ഇന്ന് ഈ അടവിയിലെ ഓരോ മലയക്കുടിലും. അവർ അവരുടെ യജമാനൻ്റെ തിരുനാൾ ഉത്സവത്തെ ആഘോഷമായി തന്നെ കൊണ്ടാടട്ടെ. നീ എന്തിന് കോപത്തോടുകൂടി അവരുടെ ആനന്ദത്തെ ഇല്ലാതാക്കണം? പക്ഷേ ഭർത്താവിൻ്റെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കാതെ മഹിഷി അവിടെ നിന്നും മുക്രയിട്ടുകൊണ്ട് കരിമലയിലേക്ക് യാത്രയായി. നാനാദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട അദ്രിയുടെ മനോഹാരിത മഹിഷിയുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു കളഞ്ഞു. എന്താണ് ഈ വിചിത്രമായ കാഴ്ച? കരിമലയിൽ ഇത്രയും അധികം ആഘോഷത്തോടുകൂടി ഒരിക്കലും ഒരുങ്ങി നിൽക്കുന്നതായി ഇതിനു മുമ്പ് താൻ കണ്ടിട്ടില്ല. കുടകളും കുടിമരങ്ങളും ചാമരങ്ങളും ആലവട്ടങ്ങളും അനേകമനേകം താലങ്ങളും ഏന്തിക്കൊണ്ട് എത്രയോ മലയപ്പെണ്ണുങ്ങൾ അവിടെ അണിനിരന്നിരിക്കുന്നു. അനേകം ആനകൾ അവിടെയെല്ലാം ചിഹ്നം വിളിച്ചുകൊണ്ട് ആ നൃത്തത്തിനൊപ്പം താളം ചവിട്ടുന്നു. ക്രുദ്ധയായ മഹിഷി ഗർജനം ചെയ്തുകൊണ്ട് ഈ അദ്രിയെ ഇന്ന് തന്നെ താൻ മറിച്ചിടുമെന്നുറച്ച് തൻ്റെ വക്രമായ കൊമ്പ് ആ മലയുടെ ഒരു വശത്ത് ഗഹ്വരത്തിലേക്ക് ആഴ്ത്തി തൻ്റെ മുൻകാലുകൾ മുന്നോട്ടമർത്തി വെച്ച് ആ മലയെ കുത്തിമറിച്ചിടാൻ അവൾ തീരുമാനിച്ചു. ഊക്കിൽ അവൾ ആ മലയെ മേൽപോട്ടുയർത്താൻ ശ്രമിച്ചു. അപ്പോഴുണ്ടായ ഭൂമികുലുക്കത്തിൽ അതിന്മേലുണ്ടായിരുന്ന വൃക്ഷങ്ങളെല്ലാം കടപുഴകി വീണു. ആ വൃക്ഷങ്ങൾക്കടിയിൽപ്പെട്ട് അനേക ലക്ഷം മൃഗങ്ങൾ മലയന്മാർ കാലുകളുറയ്ക്കാതെ ചതഞ്ഞരഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ തൻ്റെ ഭൃത്യന്മാർക്കും ആ കരിമലയ്ക്കും സംഭവിച്ച വ്യതിയാനം മനസ്സിലാക്കിയ വിഷ്ണുമായ ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ പാദങ്ങളെ ഭൂമിയിൽ ഒന്നമർത്തി വച്ചു. ആ പാദസ്പർശമേറ്റ് കരിമല താഴേക്കമർന്നുപോയി. മലയുടെ അടിയിൽപ്പെട്ട മഹിഷിയുടെ തല ചതഞ്ഞറയാൻ തുടങ്ങി. മഹിഷിയുടെ മൂക്കിലൂടെ രക്തം വാർന്നു വാർന്ന് പുറത്തേക്കൊഴുകി. മഹിഷി തൻ്റെ വാലുകൾ ഉയർത്തി ചുഴറ്റിയും കാലുകളിട്ടടിച്ചും സ്വന്തം പ്രാണനു വേണ്ടി ഉറക്കെ കരയാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ദർപ്പമെല്ലാം തീർന്ന മഹിഷിയുടെ മുഖത്തെ കണ്ടുകൊണ്ട് വിഷ്ണുമായ പുഞ്ചിരിച്ചുകൊണ്ട് അനുഗ്രഹവചസ്സുകൾ ഇങ്ങനെ പൊഴിഞ്ഞു. അല്ലയോ മഹിഷി, നിന്റെ ദർപ്പം ഇന്നില്ലാതായി തീർന്നിരിക്കുന്നു. നീ നിന്റെ സ്വന്തം പൂർവജന്മത്തിലെ കർമ്മം കൊണ്ട് എത്രയോ ദുഷിച്ചതായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു. നിനക്ക് ആ മാർഗങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള ഒരു ശിക്ഷയായി, അനുഗ്രഹമായി ഇതിനെ കാണുക. ഇങ്ങനെ വിഷ്ണുമായയുടെ രൂപത്തെ കണ്ട് മഹിഷിയുടെ മനസ്സിൽ തൻ്റെ പൂർവജന്മ വൃത്താന്തമെല്ലാം തെളിയാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ചോരവാർന്നൊലിക്കുന്ന തൻ്റെ ശിരസ്സോടുകൂടി തന്നെ വിഷ്ണുമായയുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അപ്പോൾ
വിഷ്ണുമായയുടെ അരികത്തായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ ഭർത്താവായ സുന്ദര മഹിഷത്തെ കണ്ടു. ഉടനെ തന്നെ പൂർവജന്മസ്മൃതിയുണ്ടായ മഹിഷി വിഷ്ണുമായയോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: അല്ലയോ ഭഗവാനെ, അവിടുത്തെ മഹത്വം ഒന്നും തന്നെ അറിയാതെ ഞാൻ ഏതൊക്കെയോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുപോയി. എൻ്റെ കർമ്മവും വചസ്സും എല്ലാം അശുദ്ധമായി തീർന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേയുള്ളൂ, ആ മഹേശ്വരൻ്റെ ആനന്ദമാകുന്ന പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക എന്നത്. ഇനിയും ജന്മജന്മാന്തരങ്ങളിലൂടെ അലയുവാൻ എനിക്ക് ഒരിക്കലും ഇടയുണ്ടാവരുത്. അതിനായി അവിടുന്ന് തന്നെ അനുഗ്രഹിക്കുക. അവിടുത്തെ രൂപത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടാവട്ടെ. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്ന മഹിഷിയെ അനുഗ്രഹിച്ചുകൊണ്ട് വിഷ്ണുമായ ഇങ്ങനെ കൽപ്പിച്ചു: അല്ലയോ ദേവി, അവിടുന്ന് ഉടനെ തന്നെ ദൂരെ കാണുന്ന മലയിൽ പോയി താമസിക്കുക. അവിടുന്ന് താമസിക്കുന്ന ആ മലയാകട്ടെ പിന്നീട് ശബരി എന്ന പേരിൽ അറിയപ്പെടും. വളരെ കാലങ്ങൾക്ക് ശേഷം ത്രേതായുഗത്തിൽ രാമൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഈ വഴിക്ക് വരും. അദ്ദേഹം വിഷ്ണുവിൻ്റെ സാക്ഷാൽ അവതാരം തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ പുണ്യദർശനം കൊണ്ട്, അവിടുത്തെ പാദസ്പർശം കൊണ്ട് നിനക്ക് നിന്റെ പാപത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. രാമമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ശബരിമലയിൽ വാഴുക. ഇങ്ങനെ വിഷ്ണുമായയുടെ അനുഗ്രഹം നേടി മഹിഷി രാമനാമം ജപിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് യാത്രയായി. തിരുനാളുത്സവത്തിൻ്റെ 2ാം ദിവസം എന്തെന്നില്ലാത്ത രീതിയിൽ ആകാശം ഇരുളാൻ തുടങ്ങി. കാർമേഘങ്ങൾ അനേകമനേകം കരിവീരന്മാരെപ്പോലെ ആകാശത്തണിനിരന്നു. അതിൽ നിന്നും തുള്ളിക്കൊരു കുടമെന്ന കണക്കിന് പേമാരി വർഷിക്കാൻ തുടങ്ങി. ഭീകരമായ കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൽപ്പെട്ട് അനേകമനേകം വൃക്ഷലതാദികൾ കടപുഴകി വീണു. പമ്പയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഈ സമയത്ത് രാഗമാലിക എന്ന ഭക്ത ഒരുപാട് കുട്ടികളെയും കൂട്ടി പമ്പയിൽ കുളിക്കാനെത്തിയിരുന്നു. ചുറ്റും നടക്കുന്ന പേമാരിയും കൊടുങ്കാറ്റും അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. രാഗമാലിക ഉടനെ തന്നെ കുളിച്ചു കയറുവാൻ കുട്ടികളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വെള്ളം കൂടിക്കൂടി വന്നു. രാഗമാലിക നോക്കി നിൽക്കെ തന്നെ പല കുട്ടികളും ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നതായി കണ്ടു. കുട്ടികളെ ആ ഒഴുക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രാഗമാലിക നീന്തുവാനായി ദൂരെയുള്ള കടവിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ എത്തുന്നതിന് മുമ്പേ തൊട്ടടുത്ത് നിന്നിരുന്ന വലിയൊരു മുളങ്കൂട്ടം കടപുഴകി രാഗമാലികയുടെ ശരീരത്തിലേക്ക് പതിച്ചു. അവളാകട്ടെ ആ മുളങ്കൂട്ടത്തിനുള്ളിൽ കിടന്നുകൊണ്ട് വിഷ്ണുമായയെ ധ്യാനിക്കാൻ തുടങ്ങി. ജഗദീശ്വര, ഇതെന്തൊരു മായയാണ്! എൻ്റെ കുട്ടികൾ അതാ പമ്പയിലെ ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നു. എനിക്കാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണുകളെ കൊണ്ട് തന്നെ എനിക്ക് ആ കാഴ്ച കാണേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഇതെന്തൊരു മായയാണ്! ഇതെന്തൊരു പരീക്ഷണമാണ്! അവിടുന്ന് തന്നെ ഇനി എന്നെ രക്ഷിക്കാനുള്ളൂ. അവിടുന്ന് മാത്രമേ എൻ്റെ കുട്ടികളെ രക്ഷിക്കാനുള്ളൂ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവൾ മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി. ഇതേ സമയം പമ്പയിലൂടെ ഒഴുകിപ്പോകുന്ന കുട്ടികൾ സാക്ഷാൽ വിഷ്ണുമായയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ നാമങ്ങൾ ചൊല്ലാൻ തുടങ്ങി. പക്ഷേ അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും വെള്ളമകത്തേക്ക് കടന്നു. നീന്താൻ കഴിയാതായി. കൈയും കാലും കുഴഞ്ഞു തുടങ്ങി. പെട്ടെന്ന് പമ്പയുടെ കുറുകെ തന്നെ വലിയൊരു മണൽത്തിട്ട രൂപപ്പെട്ടു. ആ മണൽത്തിട്ടയ്ക്ക് മുകളിൽ സാക്ഷാൽ വിഷ്ണുമായ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. വിഷ്ണുമായ ഓരോരോ കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ആ മണൽത്തിട്ടിലേക്ക് കയറ്റി. വേഗം തന്നെ അല്പസമയം കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റും പേമാരിയും നിലച്ചു. കുട്ടികളെ എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ശ്രീ മഹാവിഷ്ണുമായ പമ്പയുടെ നടുക്കുള്ള മണൽത്തിട്ടിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. മലയന്മാരെല്ലാവരും തങ്ങളുടെ ഗൃഹങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. പമ്പയുടെ തീരത്തുള്ള കാഴ്ചകൾ കണ്ട് അവർ നടുങ്ങിപ്പോയി. തങ്ങളുടെ കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് ഓരോരുത്തരും നിലവിളിച്ചുകൊണ്ട് തീരത്തുകൂടി ഓടാൻ തുടങ്ങി. അപ്പോഴാണ് മണൽത്തിട്ടിൽ എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുമായയുടെ രൂപം എല്ലാവരും കണ്ടത്. തൊഴുകയോടുകൂടി അവരോടിച്ചെന്നു വിഷ്ണുമായയുടെ നാമങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി. പമ്പാ നദീതീരത്ത് മുളങ്കൂട്ടിനുള്ളിൽ കിടന്ന് വേദനയോടുകൂടി പുളയുന്ന രാഗമാലികയുടെ വിലാപം അവർ കേട്ടു. അവൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയായിരുന്നു: അല്ലയോ മലയന്മാരെ, നോക്കൂ, കുട്ടികളെല്ലാവരും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. അവരെ ആരെങ്കിലും രക്ഷിക്കൂ, അവരെ ആരെങ്കിലും രക്ഷിക്കൂ. മഹാവിഷ്ണുമായേ, ജഗദീശ്വര, അവിടുന്ന് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. രാഗമാലികയുടെ ദീനരോദനങ്ങൾ കേട്ട് അവിടെയുള്ള മലയന്മാരെല്ലാം ഓടിയെത്തി. മുളങ്കൂട്ടിൽ നിന്നും
രാഗമാലികയെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് തങ്ങളുടെ കുട്ടികൾക്കൊരു പോറലുമേൽക്കാതെ വിഷ്ണുമായയുടെ അരികത്തായി പുഞ്ചിരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടത്. തൊഴുകയോടുകൂടി മലയന്മാരും രാഗമാലികയും വിഷ്ണുമായയെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അപ്പോൾ തന്നെ വിഷ്ണുമായ അവിടെ നിന്നും അപ്രത്യക്ഷനായി. തിരുനാളാഘോഷത്തിൻ നാന്ദിയായി പൂർവാദ്രിമേൽ അരുണൻ മുകളിൽ മറശീല നീക്കി വന്നെത്തി. ദിക്കുകളെല്ലാം തെളിഞ്ഞേറ്റവുമൊളി ചിന്നി ഉൾക്കുരുന്നിങ്കലെല്ലാവർക്കും ആനന്ദം തിങ്ങി. കിളികൾ വിഷ്ണുമായ ദേവനെ വാഴ്ത്തിപ്പാടി, അളികൾ ശ്രുതി കൂട്ടി വല്ലികൾ തലയാട്ടി. കുന്താദി പുഷ്പങ്ങളാൽ പൂജിച്ച മന്ദാനിലൻ ഇന്ദിരാരമണൻ തൻ മായയാമരൂപിയേ. 7:30 വെളുപ്പിന്നു തായമാരെഴുന്നേറ്റു, കായശുദ്ധിയും ചെയ്തു നിർമ്മലജലം തന്നിൽ മായയാം പൊന്നുണ്ണിയെ നന്നായി കുളിപ്പിച്ചു. തോയത നിറമോലും ചായലിൽ പൂചൂടിച്ചു. തിങ്കൾ കീറൊത്ത നെറ്റിത്തടത്തിൽ ഗോപിയും ചെങ്കുങ്കുമപ്പൊട്ടും തൊട്ടു. കണ്ണുകളെഴുതിച്ചു, കർണദ്വയത്തിൽ മണികുണ്ടലമണിയിച്ചു. ഗണ്ഡയുഗ്മത്തിൽ അതിൻ കാന്തിയും വിരാജിച്ചു. രത്നമാലകൾ ഗളം തന്നിലും പൂവൻ പഴമൊത്ത കൈത്തണ്ടകളിൽ പൊൻവളകളുമിട്ടു. തങ്കക്കിങ്ങിനി നന്നായറയിലണിഞ്ഞു. വാർപ്പൂങ്കുഴലിണയിങ്കൽ കനകച്ചിലങ്കയും പട്ടുകോണകമുടുപ്പിച്ച് അതിന്മീതെ നീലപ്പട്ടു ചുറ്റിച്ച് കന്തി എട്ടിരട്ടിയിൽ കൂട്ടി. എത്തിനാനപ്പോഴേക്കും 101 പട്ടന്മാരും അത്രയും ദാസിമാരും മലയൻ കറുപ്പനും. എത്രയും ഭക്ത്യാദരപൂർവമായവരെല്ലാം ഹസ്തങ്ങൾ കൂപ്പി വന്ദിച്ചിടിനാർ കുമാരനെ. വന്നു നിന്നിതു മുന്നിൽ സുന്ദരമഹിഷവും ഉണ്ണിയും അതിൻ പുറത്താരൂഢനായി വേഗം. അമ്മമാരെയും പിന്നിൽ കയറ്റിയിരുത്തി തൃക്കൺമുനയെല്ലാരിലുമണച്ച് സ്മിതപൂർവം പട്ടന്മാരുടെ കയ്യിൽ വീണ തമ്പുരു തപ്പുതൊട്ടുള്ള നാനാവാദ്യയന്ത്രങ്ങൾ കാണപ്പെട്ടു. നീലവേണിമാരായ ദാസിമാരെല്ലാം പൊന്നിൻ താലവുമേന്തി സർവഭൂഷണഗാത്രിമാരായി ഇടത്തുവശത്തൊരു വരിയായി ദാസിമാരും വലത്തുഭാഗത്തതുമാതിരി ദ്വിജന്മാരും നിരന്നു. ശംഖധ്വനി മുഴങ്ങി, താലങ്ങളിൽ തെളിഞ്ഞു ദീപനാളം ചെമ്പകപ്പൂക്കൾ പോലെ. ഉയർന്നു സ്തുതിഗീതവാദ്യനിനാദം മേന്മേൽ. ഉതിർന്നു സുരർത്തൂകും കൽപ്പകപ്പുതുപൂക്കൾ. നടന്നു മന്ദം മന്ദം പമ്പതൻ തീരത്തൂടെ തുടർന്നു വരും നാനാമർത്യസഞ്ചയത്തോടെ. പന്തലിനടുത്തപ്പോൾ മലയരെല്ലാവരും സന്തോഷം സഹിക്കാതെ ആർത്തഹോ തുള്ളിച്ചാടി.
കാട്ടുപുഷ്പങ്ങൾ വാരിയെറിഞ്ഞു, ചെണ്ട കൊട്ടി പാട്ടുകൾ പാടി കുഴൽ വിളിച്ചു നൃത്തം വച്ചു. തൽക്ഷണം വിണ്ണിൽ നിന്നും സപ്തർഷിമാരും പല മുഖ്യരാം മുനിമാരും തൂമിന്നൽ പ്രഭവീശിറങ്ങി പുരോഭുവി. മായയും വാഹനം വിട്ടിറങ്ങി ദ്രുതമപ്പോൾ തായമാരോടും കൂടി ഋഷിമാരുടെ പാദപങ്കജദ്വന്ദ്ങ്ങളിൽ വഴിപോൽ നമസ്കാരം ചെയ്തു വന്ദിച്ചു നിന്നു. ആശീർവദിച്ചു നന്നായി മാമുനിവരന്മാരും ആശു വെവ്വേറെ ഉണ്ണി തന്നെയും ആശ്ലേഷിച്ചു. എടുത്തുകൊണ്ടുപോയി കറുപ്പൻ സ്വാമിക്കായി വെടുപ്പിൽ പ്രത്യേകിച്ചു തീർത്തൊരാ ശാലയ്ക്കുള്ളിൽ തൊടുത്തു വച്ചിരിക്കും ചൂരൽ സിംഹാസനത്തിലിരുത്തി ധാത്രിമാരെ ഇടത്തും വലത്തുമായി ഇട്ടുള്ള മാൻതോലിലും. തായമാർക്കാനന്ദാശ്രു പൊട്ടിയപ്പോൾ ഏറ്റമൊഴുകി ഗണ്ഡങ്ങളിൽ. സപ്തർഷിമാരെല്ലാരും സ്വാമിയെ പൂജിച്ചാശീർവാദവും വാങ്ങി. പിന്നെ യാഗശാലയിൽ പുക്കു 101 ഭട്ടന്മാരും അപ്പൊഴുതവിടത്തിൽ ചിട്ടയായി ഹോമാദികൾക്കുള്ള സാധനമെല്ലാം ഒരുക്കി പരികർമ്മിമാരായി മഹർഷിമാരുരയ്ക്കുന്നതു ചെയ്യുവാൻ സന്നദ്ധരായി കാണായി. ദീപങ്ങളെല്ലാം നന്നായി കൊളുത്തി തിരിനീട്ടി ശോഭിപ്പിച്ചിതു ഭട്ടന്മാരെല്ലാരും ഒരുപോലെ. ആദ്യമായി വിഘ്നേശനെ പൂജിച്ചു ഹോമം ചെയ്തു തൃപ്തി ചേർത്തനുഗ്രഹം സമ്പാദിച്ചതിൻ ശേഷം തുടർന്നു പല യജ്ഞങ്ങൾ കർമ്മങ്ങൾ ഓരോന്നായി പടർന്നു പൊങ്ങി. ഹോമധൂമങ്ങളാകാശത്തിൽ വേദമന്ത്രങ്ങളോങ്കാരധ്വനിയോടും ശംഖനാദങ്ങളോടിടകലർന്നു പൊങ്ങി. മേന്മേൽ അഷ്ടഗന്ധാജ്യപുഷ്പം തൊട്ട് അതിൽ ദിവ്യഗന്ധം 8 ദിക്കിലും വ്യാപിപ്പിച്ചിതു ഗന്ധവാഹൻ. മനസ്സു നന്നായി നിർത്തി മാമുനിമാരും പിന്നെ സഹസ്രാക്ഷി ദേവന്മാരെയും ആവാഹിച്ചു. ഹവിസ്സു പ്രത്യക്ഷത്തിൽ വന്നവർ സ്വീകരിച്ചു നമിച്ചു ഭഗവാനെ സ്തുതിച്ചു നിർഗമിച്ചു. കർമ്മങ്ങളെല്ലാം വേണ്ടമാതിരി നിർവഹിച്ചങ്ങമ്മുനി പുങ്കവന്മാർ മായതൻ തിരുമുമ്പിൽ ചെന്നുടൻ ഭക്ത്യാദരാൽ തീർത്ഥവും പ്രസാദവും അമ്മമാർക്കാദ്യമേകി പിന്നെ മായയ്ക്കും നൽകി. വന്ദനം ചെയ്തു നന്നായി പാണിപത്മങ്ങൾ കൂപ്പി നിന്നവരൊന്നായി വിഷ്ണുമായയെ സ്തുതി ചെയ്തു. നമസ്തേ വിഷ്ണുമായേ നിർമ്മല ബ്രഹ്മമൂർത്തേ. നമസ്തേ വേദവിത്തേ കൈവല്യമൂർത്തേ സത്തേ. നമസ്തേ സർവലോകപാലക കൃപാലയ. നമസ്തേ സർവനാശകാരക ഹരസൂനോ. നമസ്തേ മഹിഷീഗർവാപഹ വിശ്വംഭര. നമസ്തേ നരകാരേ ശ്രീനിധേ ജയ ജയ. ആരറിയുന്നു തവ മായാവൈഭവം വിഭോ. കാര്യകാരണങ്ങൾക്കും കാരണമായുള്ളോനെ
നിൻ പാദപത്മം ശുശ്രൂഷിക്കുവാൻ സാധിച്ചൊരി അമ്മമാരുടെ ഭാഗ്യമല്ലയോ മഹാഭാഗ്യം. പൂർണ്ണയൗവനയുക്തനായി മുനിമാർക്കു മാത്രം ഉണ്ണിയപ്പോൾ കാണായി ശ്യാമള കോമളനായി. നമിച്ചു പാദപത്മേ മാമുനിമാരും അനുഗ്രഹിച്ചു. വിഷ്ണുമായ ദേവനും പ്രസാദിച്ചു. മഹിഷീമർദ്ദനത്തിനു ശേഷം ഭൂതങ്ങൾക്കായി ബലി നടത്തുവാൻ വിഷ്ണുമായ ആജ്ഞാപിച്ചു. പമ്പസദ്യയൊരുങ്ങി. ദേവന്മാർ തന്നെ പട്ടന്മാരുടെ വേഷം പൂണ്ട് സദ്യവട്ടങ്ങൾ ഒരുക്കി. കരിനീലിയും കൂളിവാകയും 7:30 വെളുപ്പിന് എഴുന്നേറ്റു. ശരീരശുദ്ധി ചെയ്തു. പൊന്നുണ്ണിയെ കുളിപ്പിച്ചു. കാർമേഘ നിറം വാരുന്ന മുടിയിഴകളിൽ പൂ ചൂടിച്ചു. തിങ്കൾക്കീറ് പോലെയുള്ള നെറ്റിത്തടത്തിൽ ഗോപിയും കുങ്കുമക്കുട്ടും തൊടുവിച്ചു. കർണങ്ങളിൽ മണികുണ്ടലങ്ങൾ അണിയിച്ചു. കഴുത്തിൽ രത്നമാലകളും കൈത്തണ്ടകളിൽ പൊൻകങ്കണങ്ങളും ചാർത്തി തങ്കക്കിങ്ങിണി അരയിലണിഞ്ഞ് പട്ടുകോണകമുടുത്ത് കാലിലെ കനകച്ചിലങ്ക കിലുക്കി വിഷ്ണുമായ പമ്പാതീരത്തെ മണൽത്തരികളെപ്പോലും പുളകം കൊള്ളിച്ചുകൊണ്ട് ഓടി നടന്നു. പമ്പാനദിയിലെ ചിറ്റോളങ്ങൾ വിഷ്ണുമായ കീർത്തനങ്ങൾ ഉരുവിട്ട് തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നു. സാമോദഹർഷം കതിരവൻ പുഞ്ചിരിച്ചു. പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞുകണങ്ങളിൽ വിഷ്ണുമായയുടെ പ്രതിബിംബം നിറഞ്ഞു നിന്നു. ആകാശവും ഭൂമിയും വിളിച്ചു പറഞ്ഞു, നോക്കൂ മാനവരെ, വിണ്ണവരെ, പാരിജാതവും നന്ദനവനവും കാമധേനുവും ഉച്ചൈശ്രവസ്സും ഐരാവതവും സ്വർണമണ്ഡപങ്ങളുമുള്ള അമരാവതിയേക്കാൾ എത്രയോ സുന്ദരവും ആനന്ദദായകവുമാണ് സാക്ഷാൽ മഹാവിഷ്ണുമായിയുടെ പാദാരവിന്ദങ്ങൾ പതിഞ്ഞുകിടക്കുന്ന ഈ പമ്പാ നദീതീരം. സുഖഗന്ധിയായ മാരുതൻ ജലബിന്ദുക്കൾ ചൂടി തിരുനാളുത്സവത്തിന് വന്നുചേർന്ന അതിഥികളുടെ ശരീരത്തിലും മനസ്സിലും പനിനീർ തളിച്ചുകൊണ്ട് അവിടമാകെ ചുറ്റി നടന്നു. മലയനായ കറുപ്പൻ്റെ നേതൃത്വത്തിൽ ദാസിമാരും 101 പട്ടന്മാരും ഭക്തിയാദരപൂർവം കുമാരനെ വന്ദിച്ച് പമ്പസദ്യയ്ക്ക് തയ്യാറെടുത്തു. വിഷ്ണുമായ സുന്ദരമഹിഷത്തിൻ്റെ പുറത്ത് കയറി എഴുന്നള്ളി. വീണ, തമ്പുരു, തപ്പ്, മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴങ്ങി. ആകാശത്തു നിന്നും ദിവ്യപ്രഭ പരത്തിക്കൊണ്ട് സപ്തർഷികളും നാരദാദി ദേവഗണങ്ങളും ഇറങ്ങി വന്നു. പമ്പാതീരത്ത് ഒരുക്കിയിരിക്കുന്ന യാഗശാലയിൽ ഹോമാദികളും പൂജാകർമ്മങ്ങളും നടന്നു. സപ്തർഷികളോടൊപ്പം ഇലയിട്ടിരുന്ന് ഉണ്ണിയും അമ്മമാരും ഊണ് കഴിച്ചു. മലയന്മാരും ഋഷിഗണങ്ങളും ദേവവൃന്ദങ്ങളും വിഷ്ണുമായ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടെ ഏറെ നേരം ചിലവഴിച്ചു. മറഞ്ഞു പടിഞ്ഞാറ് കടലിൽ കതിരവൻ, തെളിഞ്ഞു വിളക്കുകൾ സർവദിക്കിലുമൊപ്പം. വൃക്ഷങ്ങൾ തോറും പമ്പാതീരത്തുമെല്ലാടത്തും വൃക്ഷങ്ങൾ പോലെ ലക്ഷം ലക്ഷദീപങ്ങൾ മിന്നി. ആട്ടശാലയിൽ നടീനടന്മാർ തയ്യാറായി. പാട്ടുമാട്ടവും മറ്റുമോരോന്നും തുടങ്ങാറായി. പാണ്ഡിവാദ്യവും നാദസ്വരവും ഒരു ദിക്കിൽ, ചെണ്ടമേളവും കുറുംകുഴലും അന്യദിക്കിൽ. ചെട്ടിവാദ്യവും മുടുക്കടിയുമൊരിടത്ത്, കുട്ടികളുടെ കൂത്താട്ടങ്ങൾ മറ്റൊരു ഭാഗേ. കാട്ടുമങ്കകൾ ചെമ്പൻ വാർമുടി നന്നായി അഴിച്ച് ഇട്ടു വട്ടത്തിൽ ചുറ്റിയാടി
മറ്റൊരു ദിക്കിൽ. പട്ടന്മാരെല്ലാം വീണ തമ്പുരു തകിൽ തപ്പുതൊട്ടവയേന്തിയെത്തി ദാസിമാരോടും കൂടി. കുട്ടിപ്പൊൻകുടക്കൊങ്കമാരായ ദാസീവർഗം ചിട്ടയിൽ സകലാലങ്കാരയുക്തകളായി തട്ടിന്മേലേറി സ്മരചാപതുല്യമാം ചില്ലി വെട്ടിച്ചും തനുലതയുലച്ചും കടാക്ഷിച്ചും ചോടുകൾ വെച്ച് കർണപീയൂഷമായ പാട്ടുപാടിയും നവരസമാസ്യത്തിൽ സ്ഫുരിപ്പിച്ചും ആടിയിടുന്നതു കണ്ടു വല്ലികളിളകി ഗീതത്തോടു ചേർന്നാടി പാർശ്വകാനന സ്ഥലങ്ങളിൽ. പലമാതിരിയുള്ള വാദ്യഘോഷങ്ങൾ കൊണ്ടും ലലനാമണികൾ തൻ കാൽച്ചിലമ്പൊലി കൊണ്ടും മലയച്ചിമാരുടെ വായ്ക്കുരവകൾ കൊണ്ടും മലയൊക്കെയും ശബ്ദമയമായി വീണ്ടും വീണ്ടും. അർദ്ധരാത്രിക്കു ശേഷം ഇത്തരം കോലാഹലം അത്രയും അവസാനിച്ചേവരും അങ്ങിങ്ങായി ശയിച്ചു നിദ്ര പൂണ്ടു. കറുപ്പൻ മാത്രം തൻ്റെ കുറച്ചു ചങ്ങാതിമാരൊന്നിച്ച് പമ്പാതീരെ ഗമിച്ചു. മണൽത്തട്ടിൽ മായതൻ മാഹാത്മ്യങ്ങളുരച്ചു കാറ്റും കൊണ്ടു വസിച്ചു സുഖമായി. മായയിൽ ദത്തമായ മാമ്പഴം വെച്ചു പൂജിച്ചായാസഹീനം ശ്രീമാനായിത്തീർന്ന കണ്ടൻ തൻ്റെ ജായയാം കാളിപ്പെണ്ണിൻ ജനനി പൊന്നമ്മയും താതൻ ശുപ്പാമണിയും സോദരൻ തുപ്രൻ താനും അവൻ്റെ കളത്രമാം ചക്കിയും ദാരിദ്ര്യത്താൽ അവശപ്പെട്ടു കഷ്ടം നാളുകൾ നയിക്കുന്നു. തുപ്രനൊന്നിനും കൊള്ളാതുള്ളൊരു തടിമാടൻ എപ്പോഴും തെണ്ടിത്തിരിഞ്ഞങ്ങിനെ നടന്നിടും. കണ്ടവർക്കെല്ലാം മല്ലുവേലകൾ ചെയ്യും. പക്ഷേ രണ്ടുരിയരി പോലും കൂലി വാങ്ങുവാൻ പോരാ. മണ്ടനെന്നേവർക്കുമറിയാം. വല്ല ചക്കത്തുണ്ടമോ പഴം കഞ്ഞി വെള്ളമോ മറ്റോ നൽകും. വൃദ്ധരാം അച്ഛനമ്മമാരിലായവനേതും ശ്രദ്ധയുമില്ല. കെട്ടിയോളിലും തഥൈവ താൻ. സദ്ഭിയാം ചക്കി വല്ല കൂലിവേലയും ചെയ്ത് വൃദ്ധദമ്പതിമാരെ പുലർത്തിപ്പോന്നിടുന്നു. ഇങ്ങനെ കഴിയും നാളേകഥാ തുപ്രൻ സന്ധ്യയ്ക്കങ്ങു വന്നിതു വെറും കയ്യുകളോടും കൂടി. എങ്ങു പോയിരുന്നെടാ ഇത്ര കാലവും എന്നായി തെല്ലു ഗൗരവത്തോടെ ചോദിച്ചു ശുപ്പാമണി. അച്ഛാ, ഞാൻ വേല തേടിപ്പോകുമ്പോൾ മേലെ വീട്ടിലച്ഛൻ തമ്പുരാൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഒട്ടുകാലമായി കാട്ടിൽ കിടക്കും വിറകുകൾ വെട്ടിച്ച് എന്നെ കൊണ്ടങ്ങു കൂട്ടിക്കയായിരുന്നു. മീനമാസത്തിൽ കൊച്ചു തമ്പുരാനുടെ വേളിയാണത്രേ. അതിനാണീ വെട്ടിച്ച വിറകെല്ലാം. കൂലിയൊക്കെയും അന്നു തന്നിടാം, ഇപ്പോൾ പൊയ്ക്കോ. വേലയും അന്നു തൊട്ടു തന്നേക്കാം തുടർച്ചയായി എന്നു ചൊന്നതു കേട്ടു ഞാനിങ്ങു പോന്നു. ഇനി അന്നല്ലാതവിടേക്കു ചെന്നിട്ടു കാര്യമില്ല.
എന്ന തുപ്രന്റെ വാക്കു കേട്ടിട്ടു ശുപ്പാമണി പൊന്നമ്മയോടു ചൊല്ലി മുക്കത്തു കയ്യും വെച്ച്, കഷ്ടമേ കഷ്ടം കഷ്ടം, ചെയ്ത വേലയ്ക്ക് കൂലി ഒട്ടുമേ വാങ്ങാൻ ശേഷിയില്ലാതെയായി പോയല്ലോ. പൊട്ടനാം ഇവനെ ഞാൻ എന്തു ചെയ്യുന്നു? നമ്മൾ വിധി മാറ്റുവാൻ ആർക്കെങ്കിലും പറ്റുമോ ഭുവനത്തിൽ? ചക്കിപ്പെണ്ണൊരുത്തിയില്ലെങ്കിൽ നാം ഇതിനു മുമ്പേ ചത്തുമണ്ണിനു ചോടെ പോകുമായിരുന്നില്ലേ? ഇങ്ങനെ ഓരോ കാര്യമെടുത്തു ചൊല്ലി തേങ്ങി തേങ്ങി കണ്ണുനീർ തൂകി കരഞ്ഞു രണ്ടുപേരും. ഇതു കേട്ടോടി വന്നു ചക്കിപ്പെണ്ണോതി, എന്തു കഥയാണിത്? നിങ്ങളെന്തിനു കരയുന്നു? തിട്ടമായുറച്ചിരുന്നിടുവിൻ, ഞാനുള്ളപ്പോൾ പട്ടിണി കിടക്കില്ല നിങ്ങൾ രണ്ടാളും സത്യം. തടിക്കു കേടൊന്നുമില്ലെനിക്ക്, വേലയെന്തുമെടുത്തു നിങ്ങളെ ഞാൻ പുലർത്തും മരിപ്പോളം. ഒരുത്തൻ യാതൊന്നിനും കരുത്തില്ലാത്തോനായാൽ ഒരുത്തി അവനെയും പുലർത്തുമെന്നു ന്യായം. കുരുത്തം മാത്രം പോരുമെനിക്ക്, ലേശം പോലും വരുത്തപ്പെട്ടിടേണ്ട സ്വൈരമായി വസിച്ചാലും. ഒരിറ്റു കണ്ണീർ പോലും നിങ്ങൾ വീഴ്ത്തരുത്, എൻ്റെ കരൾക്കു തീത്തൈലമാണായതു വിശേഷിച്ചും. എന്നോതി സമാധാനിപ്പിച്ചവൾ തുപ്രൻ തൻ്റെ സന്നിധൗ ചെന്നു നിന്നു പ്രസന്നവദനയായി. കുളിക്കാം, വെള്ളം കാച്ചി വെളിക്കു വെച്ചിട്ടുണ്ടെന്നുറച്ചു. കുശിനിയിൽ പോയവളെന്തൊക്കെയോ പൊരിച്ചു വെച്ചിട്ട് ഉടൻ മൂന്നിലകളുമിട്ടു ശരിക്കു ചോറും മറ്റും വിളമ്പി തയ്യാറാക്കി വിളിച്ചു മാതാപിതാക്കന്മാരെ. അപ്പോഴേക്കും കുളിച്ചു മുണ്ടും മാറ്റി തുപ്രനും പ്രവേശിച്ചു. ഇരുത്തി മൂന്നാളെയും ഭുജിപ്പിച്ചതിൻ ശേഷം കിടത്തിക്കൊണ്ടുപോയി താതമാതാക്കളെയും തുച്ഛമായിലകളിൽ ശേഷിപ്പിച്ചിരിക്കുന്നോരുച്ഛിഷ്ടം ഭുജിച്ചു. വെള്ളവും കുടിച്ചു. അവൾ തൃപ്തിയായി എല്ലാടവും ശുദ്ധി ചെയ്ത് ഉടൻ നിജഭർത്താവിനോടും കൂടി ശാന്തമായി മുറി പോകി. കാലത്തുണർന്നെണീറ്റു താതനെ ചെന്നു കണ്ടു. വേലയുമന്വേഷിച്ചു തുപ്രനും നടകൊണ്ടു. ഉച്ചയായിടുവോളം ഒട്ടേറെ സ്ഥലങ്ങളിൽ പച്ചവെള്ളവും കുടിക്കാതവൻ വേലയ്ക്കായി നടന്നു. ക്ഷീണിച്ചേറ്റം വിശന്നു വശം കെട്ടു കിടന്നു. വഴിമധ്യേ കണ്ടൊരു വൃക്ഷച്ചോട്ടിൽ കുളിർത്ത കാറ്റുമെയിൽ തട്ടിയ നേരം പാരം തളർന്ന് അവൻ ആശ്ലേഷിച്ചു നിദ്രാദേവിയെ. തിരുനാളാഘോഷങ്ങൾ തുടങ്ങുന്നതിനൊട്ടു ദിവസം മുമ്പേ കണ്ടൻ തന്നോടു ധർമ്മപത്നി കാളിപ്പെണ്ണുര ചെയ്തു. ഞാൻ എത്ര നാളായെൻ്റെ താതമാതാക്കന്മാരെ കണ്ടിട്ട്, കഷ്ടം കഷ്ടം, ഒന്നുപോയി വന്നിടുവാൻ സമ്മതം തന്നിടേണം. ഇല്ലെങ്കിൽ ഞാൻ നാളെ തീർച്ചയായി തിരിച്ചെത്താം. കുട്ടികളെയും കൊണ്ടുപോകണം. അവരെയും ഒട്ടേറെ നാളായില്ലേ അവരും കണ്ടിട്ടിപ്പോൾ.
എന്നാൽ അങ്ങിനെയാട്ടെ വേഗം നീ തിരിച്ചിങ്ങു വന്നിടവേണം എന്നു സമ്മതം നൽകി കണ്ടൻ.